ഹലോ, വെൽക്കം ടു വർണാസ് കിച്ചൺ ടേൽസ്. ഇത് മാംഗോ സീസൺ ആണ്, ഒപ്പം നല്ല വേനൽക്കാലവുമാണ്. ഈ സമയത്ത് നമുക്ക് മാംഗോ ചേർത്തിട്ട് നല്ലൊരു മാംഗോ ഐസ് ടീ ഉണ്ടാക്കിയാലോ? വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ആദ്യം ഈ റെസിപ്പിയിലേക്കുള്ള കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കാം. 1 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ 1 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുക. ഒരു 45 സെക്കൻഡ് നേരം വീണ്ടും മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. എന്നിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ 3 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഇത് ഐസ് ടീ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാവൂ. പിന്നെ 1/2 കപ്പ് പഴുത്ത മാങ്ങ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 5 or 6 മിന്റ് ലീവ്സ്. ഇതൊന്ന് നന്നായിട്ട് ചതച്ചോ അല്ലെങ്കിൽ സ്ക്യൂസ് ചെയ്തോ എടുക്കണം. ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചതച്ചു കൊടുക്കുന്നുണ്ട്. ഈ രീതിയിലൊന്നായി കിട്ടിയാൽ മതി. കട്ടൻ ചായ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാംഗോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കരുത്. ഒട്ടും കഷ്ണങ്ങളില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം മാത്രം നമ്മുടെ കട്ടൻ ചായ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരുകൾ കുറഞ്ഞ മാങ്ങയാണ് ഇതിലേക്ക് കൂടുതൽ നല്ലത്. മധുരമൊക്കെ നമ്മുടെ ചായയിൽ ചേർത്തതുകൊണ്ട് തന്നെ ഏകദേശം പാകമായിരിക്കും. ഇനി മിക്സിയിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം കറക്കേണ്ട കാര്യമില്ല. ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതി. ഇനി ഇതൊരു ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ എടുത്തു വെച്ച നാരങ്ങാ നീരും അതേപോലെ തന്നെ മിന്റ് ലീവ്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിന്റ് ലീവ്സ് ആണ് ഇതിനൊരു നല്ലൊരു റിഫ്രഷ്മെൻറ്റ് തരുന്നത്. നാരങ്ങയുടെ കുരു ഒന്നും കൂടാതിരിക്കാൻ നോക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ ആവശ്യം കാണില്ല. ഇത് 2 മീഡിയം സൈസ് ഗ്ലാസ്സിലേക്ക് ഉണ്ടാവും. ഗ്ലാസ്സിലേക്ക് 3-4 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. 2-3 പുതിന ലീവ്സ്, ലെമൺ സ്ലൈസ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇത് ഒഴിക്കുമ്പോൾ തിക്കായിട്ടുള്ള ഡ്രിങ്ക് ആയിട്ട് തോന്നും. പക്ഷേ അതിൽ നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തത് കൊണ്ട് കുറച്ചുകൂടി ഒന്ന് ലൂസ് ആവും. പെട്ടെന്ന് ഉന്മേഷം തരുന്ന ഒരു ഡ്രിങ്കാണ്. നിങ്ങളിത് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക.